ഇത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയ ഒരു വഴുതനയാണ്. അതിന് ഞാൻ ജീവൻ കൊടുത്ത് അതിനെ പുനരുജ്ജീവിപ്പിച്ച് ഈ രീതിയിൽ ആക്കി. ആ കാര്യമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്കുടെ അനുഭവത്തിലൊക്കെ ഉണ്ടാവും. ഒരുപാട് പച്ചക്കറികൾ ഉണങ്ങി പോയിട്ട് അത് പറിച്ച് കളയേണ്ട അവസ്ഥ വരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് ഉണങ്ങിപ്പോയിട്ട് ഞാൻ പറിച്ച് കളഞ്ഞില്ല. പക്ഷേ ഞാനൊരു സൂത്രപ്പണി ചെയ്തു. കണ്ട് ഇത് ഉണങ്ങിയത് കംപ്ലീറ്റ് കണ്ട ഉണങ്ങി നശിച്ചു പോയതാണ്. കണ്ട ഉണങ്ങിപ്പോയതാണ്, കംപ്ലീറ്റ് ഉണങ്ങിപ്പോയതാണ്. അങ്ങനെ ഇതിന് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് പ്രൂണിങ് അല്ല ചെയ്തത്. ആദ്യം ചെയ്തത് ഇതിന് കുറച്ച് വളം കൊടുത്തു. ഒരു പ്രത്യേകതരം വളമാണ്. ഞാൻ ആ വളം ഓൺലൈനിൽ കൊടുക്കുന്നതാണ്. പക്ഷേ അത് കൊടുക്കാൻ ആ വളം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വെറുതെ ആ വളത്തെപ്പറ്റി ഒരുപാട് പൊക്കി പറയുന്നതല്ല. നിങ്ങൾക്കറിയാം ആ വളം കേരളത്തിലെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. വളരെ എഫക്റ്റീവാണ് ആ വളം. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടുന്നില്ല എന്നതൊരു വേറൊരു വസ്തുതയാണ്. അപ്പോൾ ആ വളം ഞാൻ ആണ് 2 ആഴ്ച മുമ്പ് ഇതിൽ പ്രയോഗിച്ചത്. അപ്പോൾ അത് കംപ്ലീറ്റ് പോയി. ഇനി അത് പറിച്ച് കളയാവുന്ന അവസ്ഥയിലെത്തി. എന്നാൽ തൊട്ടടുത്ത് പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് വളരുന്നില്ല, ഇതിന് പൊടിപ്പ് വരുന്നില്ല. പൊടിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഉണങ്ങിയ തണ്ടെല്ലാം അങ്ങോട്ട് കളഞ്ഞു. ഒരു പൊടിപ്പ് ഇവിടെ കണ്ട് വന്നു. അപ്പോൾ ഞാനൊരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ ആ തണ്ടുകളെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പൊടിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2 ആഴ്ചയായി ഇത് പൊടിച്ച് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ആദ്യത്തിൽ വഴുതനങ്ങ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്ത് കാരണം കൊണ്ടാണോ എന്നറിയില്ല. വെയിലിൻ്റെ അല്ല, നനയ്ക്കാറൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് നശിച്ചുപോയി. അപ്പോൾ നമുക്ക് മരിച്ചുപോയ പച്ചക്കറികളെ ജീവിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി നിന്ന്. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത വളം എന്ന് പറയുന്നത് ഉള്ളിത്തോലാണ്. ഉള്ളിത്തോല് കൂടാതെ ഈ മുട്ടത്തോട് പൊടിച്ചത്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. മുട്ടത്തോട് കാൽഷ്യമാണ്. മുട്ടത്തോടിൽ കാൽഷ്യം മാത്രമല്ല, കൂടാതെ ഒരുപാട് മൂലകങ്ങൾ ഇതിനകത്ത് ഈ മുട്ടത്തോടിനകത്തുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഉള്ളിത്തോലാണ്. ഉള്ളിത്തോല് മുഴുവൻ പൊട്ടാഷാണ്. മറ്റു മൂലകങ്ങളും ഇതിൽ ധാരാളമായിട്ടുണ്ട്. അതായത് ഫോസ്ഫറസ്, മഗ്നീഷ്യം ഒക്കെ ഇതിൽ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പിടിയാണ്. ഇത് ഇത്രയാണ് ഞാൻ ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തത്. ചോട്ടിൽ വിതറി കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി കുറവായിട്ട് ഇത് ഇത്രയും മുട്ടത്തോട് പൊടിച്ചതും. ഇത്രയും മുട്ടത്തോടൊക്കെ പൊടിച്ചത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മുട്ടത്തോട് വേണം. അതാണ് ഇട്ട് കൊടുത്തത്. ഇത് ഇത്രയും പൊടിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട് ഉള്ളിത്തൊലി വേണം. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഉള്ളിത്തൊലി അധികം കിട്ടില്ല. ഒരു ദിവസത്തെ ഉപയോഗത്തിൽ ശകലം കുറച്ചേ കിട്ടുള്ളൂ. അത് 1 മാസം വേണം 1-2 ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ. 1 മാസത്തെ ഉള്ളിത്തോല് ഉണ്ടെങ്കിലാണ് അത് പൊടിച്ചിടണം. ഉള്ളിത്തോല് പൊടിക്കാതെ ഇട്ടാൽ ചെടി വലിക്കില്ല. മണ്ണിൽ അത് അലിഞ്ഞ് ചേരില്ല പെട്ടെന്ന്. ഇങ്ങനെ പൊടിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെടി വലിക്കും. അതുകൊണ്ടാണ് ഞാനിത് പൊടിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഉണ്ട്. പക്ഷേ ഇത് 1/4 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് പൊടിച്ചാലാണ് നമുക്ക് കുറച്ച് പൊടി, കിലോ കണക്കിന് തൂക്കം നോക്കുമ്പോൾ കുറച്ച് പൊടി കിട്ടണമെങ്കിൽ ഒരുപാട് പൊടിക്കണം. ഇത് രണ്ടും കൊടുത്തത് 2 ആഴ്ച മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക്, ഇത്രയും കപ്പലണ്ടി പിണ്ണാക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് പുളിപ്പിച്ച് പിന്നെ അത്രയും കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. 2 തവണയായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആണ് അവൻ ഈ അവസ്ഥയിൽ എത്തിയത്. ഇനിയിപ്പോൾ നിറയെ വഴുതനങ്ങ ഉണ്ടാവും. വഴുതനങ്ങ ഒരു അടുക്കളയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിനകത്ത്. അവിയലിൽ, സാമ്പാറിലെല്ലാം ഇടാം. അതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഏറ്റവും നല്ല ടേസ്റ്റുള്ളതും ശരീരത്തിനും ഗുണം കിട്ടുന്നതുമായ ഒരു വസ്തുവാണ് ഈ വഴുതനങ്ങ. കത്രിക്ക എന്നൊക്കെ പറയും ചില സ്ഥലത്ത്, വയലറ്റ് കത്രിക്ക അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രൂണിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ ചിലപ്പുകളായി. ഇനി ഇതിനൊരു കേടുവരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വളം ഞാൻ അതിന് പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. പരീക്ഷിച്ച് വിജയിച്ചപ്പോൾ അത് നിങ്ങളോട് പറയണമല്ലോ. ഇപ്പോൾ ഈ 1/4 കിലോ ഉള്ളിത്തോല് ഞാൻ കൊടുക്കുന്നത് 200 രൂപയ്ക്കാണ്. അതുപോലെ ഈ 1/4 കിലോ മുട്ടത്തോട് കൊടുക്കുന്നത് 200 രൂപയ്ക്കാണ്.
എൻ്റെ പല വീഡിയോകളും നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോയിലൊക്കെ ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാം കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ 400 രൂപയ്ക്ക് 350 തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പിൻവലിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഞാൻ പറയാം. ആദ്യമൊക്കെ ഞാൻ അയച്ചുകൊണ്ടിരുന്ന അൺടേസ്റ്റഡ് പാഴ്സലാണ് URP. അത് 500 ഗ്രാമിൽ താഴെയുള്ള പാഴ്സലിന് 19 രൂപയാണ് ചാർജ്. ഇപ്പോൾ ആ പാഴ്സൽ നിർത്തി പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ സ്പീഡ് പോസ്റ്റാണ്. സ്പീഡ് പോസ്റ്റിൽ അയക്കണമെങ്കിൽ 60 രൂപ വരും. അപ്പോൾ 3 ഇരട്ടിയിലും അധികം ചാർജായി ഈ പാഴ്സൽ അയക്കുന്നതിന്. പക്ഷേ അത് ഉപകാരപ്രദമാണ്. 2-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം ഉറപ്പായിട്ട് അഡ്രസ്സിയുടെ കയ്യിൽ സാധനം കിട്ടും കേടുകൂടാതെ. പ്ലാന്റുകളൊക്കെ അയക്കുമ്പോൾ അത് വളരെ ഉപകാരമാണ്. അതുപോലെ നമുക്ക് രേഖകളും തരും ഇത് അയച്ചു കഴിയുമ്പോൾ. URPക്ക് രേഖകളില്ല. അപ്പോൾ ഞാൻ ആ കൂടുതൽ എടുക്കുമ്പോഴുള്ള സൗജന്യം നിർത്തി. കാരണം നമുക്ക് മുതലാകുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാകും, സഹകരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതുപോലെ ഉള്ളി ഉപയോഗിക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അവരൊക്കെ ജൈവ കൃഷി പച്ചക്കറികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവർക്കൊക്കെ പച്ചക്കറി ഒരുപാട് ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. നോൺ വെജ് കഴിക്കുന്നവരും വാങ്ങിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇത്രയൊക്കെ മുട്ടത്തോടും ഉള്ളിത്തോടും ഒക്കെ ഒരുപാട് പച്ചക്കറി കൃഷിയുള്ളവർക്ക് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ സംഘടിപ്പിക്കുന്ന ഒരാൾക്ക് പൈസ കൊടുത്ത് അയാൾ ഇവിടെ സാധനം കൊണ്ടുവരും. അപ്പോൾ പൈസ കൊടുക്കും. പിന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് പൊടിയാക്കി എടുക്കണം. വലിയ എഫർട്ടാണ് ഇതിന്. കാരണം ഇത് നമ്മൾ നല്ല വെയിലത്തിട്ട് ഈ ഉള്ളിത്തോല് ഉണക്കി കഴിഞ്ഞിട്ട് ആ ചൂട് പോകുന്നതിന് മുമ്പ് ആ ഉച്ച നേരത്ത് തന്നെ കൊണ്ടുവന്ന് മിക്സിയിൽ അടിക്കണം. എന്നാലേ ഇത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മിക്സിയിൽ കിടന്ന് കറങ്ങും. ഒരു പിടി ഇട്ടാണ് മിക്സിയിൽ അടിക്കാൻ പറ്റുള്ളൂ. നിറയെ ഇട്ട് അല്ലെങ്കിൽ അമർത്തി വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് പൊടിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ശ്രമകരമായ പണിയാണ്. എന്നാൽ മുട്ടത്തോടിന് അത്രയും എഫർട്ടില്ല. ഈ 2 വളവും പച്ചമുളകിൻ്റെ അടുത്തേ കൂടെ പോയാൽ മതി. റോസിൻ്റെയും ബോഗൺവില്ല അതുപോലെയുള്ള ചെടികളുടെയൊക്കെ അടുത്തുകൂടെ പോയാൽ മതി. നിറയെ പൂക്കളുണ്ടാകും. പൂക്കളുണ്ടാവാനാണിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പൂക്കളുണ്ടാവാനും പൂക്കൾ കൊടിയാതിരിക്കാനും അതുപോലെ ഉണ്ടായി വരുന്ന കായ്കൾ നല്ല ആരോഗ്യത്തോടെ തുടിപ്പും മിനുസമൊക്കെ ആയിട്ട് വളർന്നു വരാനൊക്കെ ആയിട്ടാണ് മുട്ടത്തോട് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ചെടി നട്ടൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കുക. ചെടി നടുമ്പോൾ തന്നെ ഈ വളം ഉപയോഗിക്കരുത്. അന്ന് അടിസ്ഥാന വളമായ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ ഇത്രയും അടിസ്ഥാന വളമായിട്ടാണ് ഏത് പച്ചക്കറിക്കും കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിന് 2-3 ഇലയൊക്കെ വന്ന് ഒരു പൂക്കാനുള്ള ടെൻഡൻസി ആകുമ്പോൾ ഈ വളം കൊടുക്കുക. ഭയങ്കരമായ വ്യത്യാസമാണ് കൃഷിയിൽ വരുന്നത്. നല്ല വിളവ് കിട്ടാൻ ഇത് മാത്രം മതി. നല്ലപോലെ പരിചരിച്ചാൽ 6 വർഷം വരെ വഴുതനങ്ങ കിട്ടും. വഴുതനങ്ങയ്ക്ക് അധികം കേടുപാടുകളൊന്നും വരില്ല. ഒരു ഇലയുടെ അടിയിലൊരു മഞ്ഞ നിറത്തിലൊരു ഇത് മുഞ്ഞ വരും. അത് നമുക്ക് ചാരം കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അടിയിൽ കൂടെ ഇതിൻ്റെ അടിയിലേക്ക് അടിച്ചു കൊടുത്താൽ അത് പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ട് പലർക്കും എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ അതുകൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ പരമാവധി ഷെയർ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക്. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ മാത്രം വിളിക്കുക, ലൈനിൽ വിളിക്കാതെ. വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ ഞാൻ ജനങ്ങളിൽ എത്തിക്കുന്ന മറ്റ് ചില സംഗതികളുണ്ട്. അതിലൊന്ന് കറ്റാർവാഴ തൈക്കളാണ്. അത് ചെറിയ തൈക്കൾ 5 എണ്ണത്തിന് 250 രൂപ പ്രകാരമാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. നല്ല ജനുസിൽ പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഈ വീതി കൂടിയ കറ്റാർവാഴ ആണെങ്കിൽ അത് നല്ല ജനുസാണ്. കോല് പോലെ മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ അത് കൊള്ളില്ല. അതിൽ ഗുണം കുറവായിരിക്കും. എൻ്റെ കറ്റാർവാഴ എല്ലാം തന്നെ ഇതുപോലെ വലിയ വീതിയുള്ള ലീഫാണ്. ഇവിടേക്ക് നോക്കിയാൽ എല്ലാം കാണാം. നല്ല വീതിയുള്ള നല്ല ഇനത്തിൽപ്പെട്ട കറ്റാർവാഴകളാണ്. പിന്നെ ഉള്ളത് പൊന്നാങ്കണ്ണി ചീരയാണ്. അത് നല്ല രീതിയിൽ നല്ല ആരോഗ്യം നമുക്ക് കിട്ടുന്ന പ്രദാനം ചെയ്യുന്ന മെഡിസിനൽ പ്ലാന്റാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. പൊന്നാങ്കണ്ണി ചീര വേറെ രീതിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിലെ ആൾക്കാർ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഇതാണ്. ഇതിപ്പോൾ ഞാൻ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആദ്യം ഇച്ചിരി കൂടെ വില കുറച്ചാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ സ്പീഡ് പോസ്റ്റിൻ്റെ കേസ് വന്നതോടുകൂടിയാണ് 300 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനിത് നിങ്ങളെ കാണിച്ചു. ഈ വഴുതനയ്ക്ക് അത് ഇട്ട് കൊടുത്തില്ലല്ലോ എന്ന് പറയരുത്. ഞാൻ 2 ആഴ്ച മുമ്പ് ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് പിന്നെയും അത് ഇടാതിരിക്കുന്നത്. താങ്ക് യു.